നമസ്കാരം. പ്രധാന വാർത്തകൾ. തച്ചനാട്ടുകര കിഴക്കുംപുറത്ത് യുവതിക്ക് നിപ സ്ഥിരീകരിച്ചതോടെ പ്രദേശത്ത് നിയന്ത്രണം കർശനമാക്കി. 3 കിലോമീറ്റർ ചുറ്റളവ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 59 പേർ. പ്രദേശത്ത് ആശങ്കയായി വവ്വാൽക്കൂട്ടം. ഒറ്റപ്പാലം മനിശ്ശേരിയിൽ അച്ഛനും 4ാം ക്ലാസ്സുകാരനായ മകനും വീട്ടിൽ മരിച്ച നിലയിൽ. കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തതെന്ന് നിഗമനം. കിരൺ, മകൻ കിഷൻ എന്നിവരാണ് മരിച്ചത്. ഒറ്റപ്പാലം പഴയ ലക്കിടിയിൽ സ്കൂൾ ബസ്സിടിച്ച ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മണ്ണൂർ സ്വദേശി അനിൽകുമാറാണ് മരിച്ചത്. അങ്ങാടിപ്പുറത്തെ ബൈപ്പാസ് റോഡുമായി ബന്ധപ്പെട്ട വിവാദം. CPMന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുസ്ലിം ലീഗ്. LDF സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ബൈപ്പാസ് റോഡ് അട്ടിമറിച്ചതെന്ന് നേതാക്കൾ. അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ വികസനം മുടക്കുന്നത് LDF എന്നും ലീഗ്. സ്കൂളിലെ സുംബ ഡാൻസിനെതിരെ പ്രതികരിച്ച എടത്തനാട്ടുകരയിലെ അധ്യാപകൻ TK അഷ്റഫിനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധം. KSTU മണ്ണാർക്കാട് AE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന സർക്കാർ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് N ഷംസുദ്ദീൻ ML. പെരിന്തൽമണ്ണയിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ ഉപയോഗിച്ച 40ഓളം ഇരുചക്രവാഹനങ്ങൾ പോലീസ് പിടികൂടി. രക്ഷിതാക്കൾക്കെതിരെ കേസെടുത്തു. സ്കൂളുകളിലെത്തി പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ കിഴക്കുംപുറം സ്വദേശിയായ 39-കാരിക്ക് നിപ സ്ഥിരീകരിച്ചതോടെ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും പോലീസും പ്രദേശത്ത് നിയന്ത്രണം ഏർപ്പെടുത്തി. 3 കിലോമീറ്റർ ചുറ്റളവ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. 59 പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത്. പനിയെ തുടർന്ന് കഴിഞ്ഞ മാസം 26-ാം തീയതി യുവതി പാലോട് ക്ലിനിക്കിൽ ചികിത്സ തേടിയിരുന്നു. പനി കുറയാതായതോടെ 27-ന് വീണ്ടും ചികിത്സ തേടിയെങ്കിലും കുറവുണ്ടായില്ല. പിന്നീട് കരിങ്കലത്താണിയിലും മണ്ണാർക്കാടും ചികിത്സ തേടി. പനി മൂർച്ഛിച്ച് ബോധം നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായതിനെ തുടർന്ന് ജൂലൈ 1-ന് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ചികിത്സ തേടി. ഡോക്ടർമാർക്ക് സംശയം തോന്നിയതിനാൽ അവിടെ നിന്നും സ്രവം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു. അവിടെ നിന്ന് നിപ സ്ഥിരീകരിച്ചെങ്കിലും വിശദ പരിശോധനയ്ക്കായി വ്യാഴാഴ്ച പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്രവം അയക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെയോടെയാണ് സ്ഥിരീകരണം ലഭിച്ചത്. ജില്ലാ കളക്ടർ നൽകുന്ന നിർദ്ദേശമനുസരിച്ച് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ, നിയന്ത്രണങ്ങൾ എന്നിവ ഏകോപിപ്പിക്കുന്നതിന് പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് അധികൃതർ, ആരോഗ്യ വിഭാഗം, പോലീസ് എന്നിവരുടെ യോഗം ചേർന്നു. കിഴക്കുംപുറം ഉൾപ്പെടുന്ന 8ാം വാർഡ് പൂർണ്ണമായും, 7ാം വാർഡ് കുണ്ടൂർക്കുന്നും, 9ാം വാർഡ് പാറമ്മലും, 11ാം വാർഡ് ചാമപ്പറമ്പും ഭാഗികമായി നിയന്ത്രണത്തിലാണ്. പ്രദേശത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. മെഡിക്കൽ ഷോപ്പ് ഒഴികെയുള്ള എല്ലാ കടകൾക്കും നിയന്ത്രണമുണ്ട്. എന്നാൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പ്രവർത്തിക്കാം. ആരാധനാലയങ്ങൾ അടച്ചിടണമെന്നും നിർദ്ദേശമുണ്ട്. അനാവശ്യമായി പുറത്തിറങ്ങുന്നതും യാത്ര ചെയ്യുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം അറിയിച്ചു. ഈ പ്രദേശങ്ങളിൽ ഉള്ള ആളുകൾ പുറത്തേക്ക് പോകുന്നതിനും അതോടൊപ്പം പുറത്തുള്ള ആളുകൾ ഈ കണ്ടെയ്ൻമെൻറ്റ് സോണിലേക്ക് വരുന്നതും കർശനമായി വിലക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണിനകത്ത് മെഡിക്കൽ ഷോപ്പ് ഒഴികെയുള്ള അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണിനകത്തുള്ള വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ, അംഗൻവാടി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ പാടില്ല എന്നും അധ്യയനം ഓൺലൈനിലേക്ക് മാറ്റണമെന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നമുക്ക് നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുനിർദ്ദേശങ്ങൾ ഈ പ്രദേശത്തെയും പൊതുവെ തച്ചനാട്ട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടി പബ്ലിക് സൗണ്ട് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള അനൗൺസ്മെൻറ്റ്, അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകമായി ഒരു കാര്യം കൂടി ഓർമ്മിക്കാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെറ്റായ വിവരങ്ങളും ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീതിയിലാഴ്ത്തുന്ന വ്യാജ പ്രചരണങ്ങളിലും ആളുകൾ വിട്ടുനിൽക്കണമെന്നും പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നമുക്ക് നൽകിയിട്ടുണ്ട്. കരിമ്പുഴ പഞ്ചായത്തിലെ 17ാം വാർഡിൽ പൂർണ്ണമായും 18ാം വാർഡിൽ ഭാഗികമായും നിയന്ത്രണം ബാധകമാണ്. കിഴക്കുംപുറം എരുമപ്പാറ റോഡ്, പഴഞ്ചേരി പുതുമനക്കുളമ്പ് റോഡ്, അമ്പലപ്പടി കുണ്ടൂർക്കുന്ന് റോഡ്, കൊമ്പം കുണ്ടൂർക്കുന്ന് റോഡ്, കൊടുന്നോട് ആറ്റാശ്ശേരി റോഡ് എന്നിവയാണ് അടയ്ക്കുക. നിപ സ്ഥിരീകരിച്ച കിഴക്കുംപുറത്ത് വ്യാപകമായുള്ള വവ്വാൽ ശല്യം ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്ന് പ്രദേശവാസികൾ. വവ്വാലുകളെ തുരത്താൻ നടപടി വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. നിപ സ്ഥിരീകരിച്ച ആളുടെ വീടിനോട് ചേർന്നും ഇവ കൂട്ടമായുണ്ടെന്നും നാട്ടുകാർ പറയുന്നു.
കിഴക്കുംപുറം പ്രദേശത്തെ മരങ്ങൾ വവ്വാലുകളുടെ വിശ്രമ കേന്ദ്രമാണ്. മരത്തിലേക്ക് നോക്കിയാൽ ഇലകളേക്കാൾ കൂടുതൽ വവ്വാലുകളെ കാണാം. രാത്രികാലങ്ങളിൽ ഒന്നിനെപ്പോലും കാണാൻ കഴിയില്ല. പുലർച്ചെ 6 മണിയോടെയാണ് ഇവ കൂട്ടമായി ഇവിടേക്ക് വരുന്നതെന്ന് പ്രദേശവാസിയായ ജമാൽ തിട്ടുമ്മൽ പറഞ്ഞു. വൈകിട്ട് ഒരു 7 മണി മുതൽ ഇവിടുന്ന് ഇവർ പോവും. പുലർച്ചെ ഒരു 5 മണിയുടെ ഉള്ളിൽ ഇവിടെ തിരിച്ചെത്തും. അതാണ് ശല്യം. ഇതാ വരുന്ന സമയത്തും പോണ സമയത്തും നല്ല ശല്യം ഉണ്ടാവും. ഇപ്പം നല്ല സ്മെല്ല് വരും. നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ഭീതിയിലാണ്. ഇവയെ പ്രദേശത്തു നിന്നും നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ റഷീദ് കിഴക്കേപ്പുറം ആവശ്യപ്പെട്ടു. നിപ സ്ഥിരീകരിച്ച ആളുടെ വീടിനോട് ചേർന്നും ഇവ കൂട്ടമായുണ്ട്. വനംവകുപ്പ്, RRT ഉൾപ്പെടെയുള്ളവരുടെ അടിയന്തരമായ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടാവണമെന്നും റഷീദ് ആവശ്യപ്പെട്ടു. നിപ്പ വൈറസ് സ്ഥിരീകരിച്ച പ്രദേശത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ വീടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്താണ് ആയിരക്കണക്കിന് 10,000-കണക്കിന് വവ്വാലുകൾ കൂട്ടമായി വസിച്ചു വരുന്നത്. ഈ വിഷയം ഇതിനു മുമ്പും വിവിധ മേഖലകളിൽ ഈ വിവരം ഞങ്ങൾ അറിയിച്ചതാണ്. ഈ ഒരു ഘട്ടത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ആശങ്കയുണ്ട്. ഏത് രൂപേണയാണ് ഇത് പരിഹരിക്കാൻ സാധ്യമാവുക എന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തി ഇനി ഒരാൾക്ക് പോലും അത്തരമൊരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് വവ്വാലുകളെ തുരത്തണമെന്ന് വർഷങ്ങൾക്ക് മുന്നേ ആവശ്യപ്പെട്ടിരുന്നു. ഇനിയും വൈകിയാൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ജനങ്ങൾ പറഞ്ഞു. ഒറ്റപ്പാലം മലിശ്ശേരിയിൽ അച്ഛനും 4ാം ക്ലാസ്സുകാരനായ മകനും വീട്ടിൽ മരിച്ച നിലയിൽ. കണ്ണമ്മാൾ നിലയത്തിൽ കിരൺ, മകൻ കിഷൻ എന്നിവരാണ് മരിച്ചത്. കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. മനുശ്ശേരി വരിക്കാശ്ശേരി മനയ്ക്ക് സമീപത്ത് കണ്ണമ്മാൾ നിലയം വീട്ടിൽ 40-കാരനായ കിരൺ, മകൻ 4ാം ക്ലാസ്സുകാരനായ കിഷൻ എന്നിവരാണ് മരിച്ചത്. കുട്ടിയെ തൂക്കി കൊലപ്പെടുത്തിയ ശേഷം കിരൺ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. രണ്ടുപേരെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് നാട്ടുകാരാണ്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കുട്ടിയുടെ അമ്മ 2 മാസങ്ങൾക്ക് മുമ്പാണ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യയ്ക്ക് പ്രേരണയായ കാരണം വ്യക്തമല്ല. ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഞാൻ ക്ഷേത്രത്തിലായിരുന്നു. അവിടേക്കാണ് ഫോൺ വന്നത്. അപ്പോൾ ഓടി വന്ന് നോക്കുമ്പോൾ രണ്ടാൾ തൂങ്ങി എവിടെയാണ് തോന്നിയിട്ടുള്ളത്? ഒരു വീട്ടിൽ തന്നെ, വീടിന് മുകളിൽ. ഭാര്യ കഴിഞ്ഞ 1 മാസം വരെ മരിച്ചു. എൻ്റെ ഭാര്യ അതേ തൂങ്ങി മരണം. ഒറ്റപ്പാലം പഴയ ലക്കിടിയിൽ സ്കൂൾ ബസ് തലയിലൂടെ കയറിയിറങ്ങി ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. മണ്ണൂർ സ്വദേശി അനിൽകുമാറാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:10 അപകടമുണ്ടായത്. ലക്കിടി ഭാഗത്തു നിന്നും പാലപ്പുറം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. ബൈക്കിനെ സ്കൂൾ ബസ് മറികടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മണ്ണൂർ സ്വദേശി അനിൽകുമാറാണ് മരിച്ചത്. ഒപ്പം ഉണ്ടായിരുന്നവർക്കും പരിക്കേറ്റു. അങ്ങാടിപ്പുറത്തെ CPM-ന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുസ്ലിം ലീഗ്. LDF സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് അങ്ങാടിപ്പുറത്തെ ബൈപ്പാസ് റോഡ് അട്ടിമറിച്ചതെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതിക്ക് വേണ്ടി 9 വർഷം ഭരിച്ചിട്ടും സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങാടിപ്പുറത്ത് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിനും ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതിക്കും ഒരേപോലെയാണ് UDF ശ്രമിച്ചത്. ഒരേ സ്ഥലത്ത് റെയിൽവേ 2 മേൽപ്പാലം അനുവദിക്കില്ല. അങ്ങനെയാണ് റെയിൽവേയുടെ നിർദ്ദേശപ്രകാരം ആദ്യം മേൽപ്പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. പിന്നീട് ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് കൊണ്ടുവരാൻ തീരുമാനിക്കുകയും ഇതിനോട് എല്ലാവരും യോജിച്ച നിലപാടാണ് അന്ന് സ്വീകരിച്ചതെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. റെയിൽവേ 2 കിലോമീറ്ററിനുള്ളിൽ 2 മേൽപ്പാലം അനുവദിക്കില്ല. ബൈപ്പാസ് നിലവിൽ വരികയും ബൈപ്പാസിന് മുകളിൽ മേൽപ്പാലം വരികയും ചെയ്താൽ അങ്ങാടിപ്പുറത്ത് റെയിൽവേ ഗേറ്റ് അടച്ചിടും. അടച്ചിടുന്നതോടുകൂടി അങ്ങാടിപ്പുറം ടൗണും പെരുന്നമണം ടൗണും ഒക്കെ തന്നെ നശിച്ചു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പോൾ ഇതിനെന്ത് പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ട് തന്ന നിർദ്ദേശമാണ് റെയിൽവേക്ക് മിനി മേൽപ്പാലം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. മിനി മേൽപ്പാലം ഒന്നുണ്ടായാൽ അതിൻ്റെ തൊട്ടടുത്ത് വേറെയും മേൽപ്പാലം ഉണ്ടാക്കുന്നതിന് തടസ്സമില്ല. അപ്പോൾ അങ്ങാടിപ്പുറത്ത് റെയിൽവേ ഗേറ്റിൽ അവിടെ ഒരു മിനി മേൽപ്പാലം ഉണ്ടാക്കിയാൽ പിന്നീട് ബൈപ്പാസും അതിൻ്റെ കൂടെ മേൽപ്പാലവും ഉണ്ടാകുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവില്ല. അതുകൊണ്ട് എളുപ്പം സാധ്യമാവുക മിനി മേൽപ്പാലം പണിയലാണ്. പിന്നീട് ബൈപ്പാസും മേൽപ്പാലവും പണിയാം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നുള്ള രീതിയിൽ അതിനോട് യോജിക്കുന്ന നിലപാടാണ് പൊതുവിൽ എല്ലാവരും എടുത്തത്. ബൈപ്പാസ് റോഡ് ആവശ്യമില്ല എന്ന് മുസ്ലിം ലീഗ് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ പറഞ്ഞു.
അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞും നടത്തിയ പ്രസ്താവന വളരെ പ്രസക്തമാണ്. ആദ്യം മേൽപ്പാലത്തിൻ്റെ പണി നടക്കട്ടെ, അത് കഴിയുന്നതോടുകൂടി ബൈപ്പാസിൻ്റെ പണിയും നടക്കും, രണ്ടും ആവശ്യമാണ് എന്ന നിലയിലാണ് പരസ്യമായ നിലപാടെടുത്തത്. ഒരിടത്തും ഒരാളും ഒരിക്കൽ പോലും UDFിൻ്റെ ഭാഗത്തു നിന്ന് ബൈപ്പാസ് ആവശ്യമില്ല എന്നുള്ള അഭിപ്രായമേ ഉണ്ടായിട്ടില്ല. രണ്ടും വേണം. പക്ഷെ പ്രയോറിറ്റി ചെയ്തത് നിയമപരമായുള്ള പ്രയാസങ്ങൾ മറികടക്കാൻ എന്തുമാകും എന്ന് മാത്രമാണ് ആലോചിച്ചത്. മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായ സമയത്ത് ഭരണം മാറി. ബൈപ്പാസ് റോഡിനു വേണ്ടി വാദിച്ച CPMകാർ തുടർന്നൊന്നും ചെയ്തതുമില്ല. 9 കൊല്ലം തുടർച്ചയായി ഭരിച്ചിട്ടും ഒരു ശ്രമവും ഉണ്ടായിട്ടില്ലെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. മേൽപ്പാലത്തിൻ്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് വന്നു, ഗവൺമെൻറ് മാറി. ഗവൺമെൻറ് മാറിയതോടുകൂടി അതുവരെ ബൈപ്പാസിന് വേണ്ടി ശ്രമിച്ചിരുന്നവർ പിന്നീട് ബൈപ്പാസിന് വേണ്ടി ഒരു ശ്രമവും നടത്താത്ത, ഒരു നീക്കവും നടത്താത്ത സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ ഏറ്റവും വിചിത്രമായൊരു കാഴ്ച, ഒരു ജനകീയമായ ആക്ഷൻ കമ്മിറ്റി CPMൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയത് ബൈപ്പാസിന് വേണ്ടിയിട്ട്. ആ ആക്ഷൻ കമ്മിറ്റി എന്തായി എന്ന് ഇപ്പോൾ എവിടെയും കാണാനില്ല, കേൾക്കാനില്ല. 1,00,000 ആളുകളിൽ നിന്ന് ഒപ്പ് ശേഖരണം നടത്തിയിട്ട് അന്ന് മുൻ മന്ത്രി പാലോളി മുഹമ്മദ് നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രി പിണറായിക്ക് കൊടുത്തിരുന്നു. ആ നിവേദനം എന്തായി, എന്ന് നടപടിയെടുത്തു, ഒന്നും അറിയുന്നില്ല. എന്ന് പറഞ്ഞാൽ 9 കൊല്ലം തുടർച്ചയായി പിന്നീട് ഭരിക്കാൻ അവസരം കിട്ടിയിട്ടും ആ ബൈപ്പാസിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും ഉണ്ടായില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളുടെ വസ്തുത. ബൈപ്പാസ് റോഡിനു വേണ്ടി നിരന്തരമായ ശ്രമത്തിലാണ്. ഇക്കാര്യത്തിൽ പിറകോട്ട് പോകില്ലെന്നും നേതാക്കൾ അറിയിച്ചു. അങ്ങാടിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ, സ്ഥിരം സമിതി അധ്യക്ഷൻ സുനിൽ ബാബു വാക്കാട്ടിൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അബു താഹിർ തങ്ങൾ, സെക്രട്ടറി ഹാരിസ് കളത്തിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UDF ഭരിക്കുന്ന അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ LDF വികസനം മുടക്കുകയാണെന്ന് മുസ്ലിം ലീഗ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരാൻ പഞ്ചായത്ത് ഭരണത്തെ പ്രതിസന്ധിയിലാക്കാനാണ് CPMന്റെ ശ്രമമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസിൽ നിങ്ങൾ ചെന്നാൽ അറിയാം, അവിടെ ഒരു നേതാവ് ദിവസവും ചെന്നിട്ട് LDFിലെ നേതാവ് സ്ഥലം മാറ്റും, അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തണം. നമ്മൾ അതിന് പറയല്ല, അത് ഓരോരുത്തരുടെ രീതി അങ്ങനെയൊക്കെയാണ്. ഞങ്ങളുടെ രീതി സൗഹാർദ്ദപരമായ രീതിയാണ്. ഞങ്ങൾ പറയുന്നത് ഉദ്യോഗസ്ഥന്മാരോട് അവർക്ക് അവിടെയുള്ള ഭാരിച്ച ചുമതല ഞങ്ങൾ കൂടെ നിന്ന്, ഞങ്ങൾ ഒപ്പം നിന്ന് പണിയെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇവർ പറയുന്ന ഇപ്പോ വികസനമില്ല എന്ന് പറഞ്ഞു, ഇത് മാതൃഭൂമി ന്യൂസിൽ വന്ന വാർത്തകളാണ്. പഞ്ചായത്ത് LDFന്റെ മെമ്പർമാരുടെ ഒരു പത്ര സ്റ്റേറ്റ്മെന്റ് ആണിത്. അവരുടെ വാർഡിൽ വന്ന വാർത്തകൾ, അവരുടെ വികസനങ്ങൾ, ഈ വാർത്തകൾ കൊടുത്തത് ആരാണ്? അവരുടെ ഫോട്ടോ സഹിതം ഇന്നലെ ന്യൂസ് വന്ന ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയാണത്. UDF ഭരിക്കുന്ന അങ്ങാടിപ്പുറം പഞ്ചായത്തിനെതിരെ CPM രംഗത്ത് വന്നതോടെ മറുപടിയുമായി മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ശക്തമായി പ്രതികരിച്ചു. ഭരണസമിതിയുടെ ഭീഷണിയും സമ്മർദ്ദവും കാരണം ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോകുന്നു എന്നാണ് CPM ആരോപിച്ചത്. CPMന്റെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരാനുള്ള അവരുടെ ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും കഴിഞ്ഞ LDF ഭരണസമിതി മുടക്കിയ പല പദ്ധതികളും തങ്ങളാണ് നടപ്പാക്കിയതെന്നും CPM നേതാക്കൾ തന്നെ വ്യക്തിഹത്യ നടത്തിയെന്നും വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ ആരോപിച്ചു. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയോ മെമ്പർമാരെയോ ഒരു അഴിമതി ആരോപിക്കാനില്ല, അതല്ലെങ്കിൽ അഴിമതി ചെയ്തു എന്ന് പറയാനില്ല. വ്യക്തിപരമായ കാര്യങ്ങളിലേക്കാണ് LDF ഇപ്പൊ MLA പറയുന്നത് പോലെ തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിയും പറയുന്നത്. അതുപോലെ തന്നെ 2023 പോയതാണ് ഈ കോടികൾ നഷ്ടപ്പെട്ടു എന്നത് ഒരു വസ്തുതയാണ്. കാരണം 2023 പോയതാണ് ഓവർസിയർമാര് 2 പേര്. അവരെ നിയമിക്കാൻ ഇതുവരെ ഈ 2025 ആയിട്ടില്ല. ഇനി നിയമിച്ചിട്ട് കാര്യമില്ല, കാരണം പഞ്ചായത്ത് ഭരണസമിതി എന്താണിത്. അതുപോലെ തന്നെ ബഡ്സ് സ്കൂൾ, ഈ ബഡ്സ് സ്കൂളിനെ കുറിച്ച് LDFന്റെ ഒരു പ്രതിനിധിക്ക് പോലും ഒന്നും പറയാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം LDF ഭരിക്കുന്ന സമയത്ത് ഞങ്ങളെ ബോർഡിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. ഞങ്ങൾ പല ഈ ബഡ്സ് സ്കൂളിനെ കുറിച്ച് അവിടെ ആവശ്യം ഉന്നയിക്കുകയും രക്ഷിതാക്കളെ കൂടെ സമരം ചെയ്തിട്ട് പോലും ആ ബഡ്സ് സ്കൂളിൽ ഒന്നും ചെയ്യാത്ത, ഒരു ശ്രമം പോലും നടത്താത്ത ആളുകളാണ്. ഞങ്ങൾ വന്നതിന് ശേഷം സെയ്ദ ടീച്ചറുടെ നേതൃത്വത്തിൽ ഭരണസമിതി വന്നതിന് ശേഷം ബഡ്സ് സ്കൂളിന് സ്ഥലം കണ്ടെത്തി, ഒരാൾ സൗജന്യമായി തന്നതാണ്, അത് സ്ഥലം കണ്ടെത്തി അതിന്റെ പണി നടന്നു.
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടുതലും വിദേശത്താണെന്നാണ് CPMന്റെ ആരോപണം. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പോയത്. വിദേശത്ത് പോയ രേഖകൾ കാണിക്കാൻ തയ്യാറാണെന്നും വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു. ഇപ്പൊ ഞാൻ പുറത്തു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു ജനപ്രതിനിധികൾ പുറത്തു പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വാർഡിൽ സ്റ്റാഫുകളുണ്ട്. ഇപ്പൊ എന്റെ വാർഡിൽ എനിക്ക് വികസന സമിതി ഓഫീസുണ്ട്. ദിവസം 2 മണിക്കൂർ തുറന്ന് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ട ആവശ്യ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്ന ഓഫീസ് സംവിധാനമുണ്ട്. നമ്മളില്ലെങ്കിലും അത്തരം കാര്യങ്ങളിൽ വാട്സപ്പിൽ ഈ പൊതുകാര്യങ്ങൾ, പഞ്ചായത്തിന്റെ പൊതുകാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ നിർദ്ദേശം നൽകുന്നുണ്ട്. അത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. അതിൽ പറഞ്ഞൊരു വാക്കാണ് ഭൂരിഭാഗവും സമയം വിദേശത്താണെന്ന് പറഞ്ഞത്. ഞാൻ എന്റെ പാസ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കാം, നിങ്ങൾ പരിശോധിക്കാം, എത്ര ദിവസം എന്ന് പരിശോധിക്കാം. 4 തവണ പോയതിൽ 1 തവണ മാത്രമാണ് 15 ദിവസം നിന്നത്. ബാക്കിയൊക്കെ ഒരാഴ്ച. കഴിഞ്ഞ മാസം പോയിരുന്നു 6 ദിവസം നിന്നത്. പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷനും മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഉമ്മർ അറക്കൽ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സുനിൽ ബാബു വാക്കാട്ടിൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അബു താഹിർ തങ്ങൾ, സെക്രട്ടറി ഹാരിസ് കളത്തിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അങ്ങാടിപ്പുറത്തെ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ മുൻ നിശ്ചയപ്രകാരം ശനിയാഴ്ചയോടെ പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചു. നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. ജൂലൈ 6 ഞായറാഴ്ച മുതൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കും. ചെറിയ വാഹനങ്ങൾ മാത്രമാണ് അനുവദിക്കുക. 11 വരെ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം തുടരും. ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിക്കുന്നതോടെ ഗതാഗത പരിഷ്കാരവും നടപ്പാക്കും. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്തെ വെള്ളക്കെട്ട് ഇല്ലാതാക്കുന്നതിനും തകർന്ന റോഡ് ഗതാഗതയോഗ്യമാക്കുന്നതിനും കഴിഞ്ഞ 29 മുതലാണ് നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചത്. നവീകരണ പ്രവർത്തികൾ അവസാന ഘട്ടത്തിലെത്തി. മേൽപ്പാലത്തോട് ചേർന്നുള്ള 70 മീറ്ററോളം വരുന്ന ഭാഗത്തെ ഇന്റർലോക്ക് കട്ടകൾ വിരിക്കുന്ന പ്രവർത്തികളാണ് നടത്തിയത്. കട്ടകൾ ബലപ്പെടുത്താൻ ഇരുവശങ്ങളിലും 1 അടി ഉയരത്തിൽ കോൺക്രീറ്റ് ബീം നിർമ്മിച്ചിട്ടുണ്ട്. ഓവുചാലിലെ തടസ്സങ്ങൾ നീക്കുന്ന ജോലികളും നടന്നുവരികയാണ്. മുൻ നിശ്ചയിച്ചതുപ്രകാരം നവീകരിച്ച ജോലികൾ ശനിയാഴ്ചയോടെ പൂർത്തിയാകും. 6 മുതൽ ഇതുവഴി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കും. ചെറിയ വാഹനങ്ങൾ മാത്രം പോകാൻ അനുവദിക്കും. 11 വരെ ഭാരവാഹനങ്ങൾ അനുവദിക്കില്ല. കട്ട പതിച്ചത് ബലപ്പെടുത്താനാണ് ഒരാഴ്ച ഭാരവാഹനങ്ങൾ നിരോധിക്കുന്നത്. ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിക്കുന്നതോടെ അങ്ങാടിപ്പുറത്ത് ഗതാഗത പരിഷ്കരണവും നടപ്പാക്കും. പ്രധാന പാതയിലേക്ക് നേരിട്ടുള്ള ക്രോസിംഗ് ഒഴിവാക്കി വൺവേ സംവിധാനം കൊണ്ടുവന്നായിരിക്കും പരിഷ്കാരം നടപ്പിലാക്കുക. തൃക്കടിരി കീഴൂരിൽ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. കഴുത്തിലെ കുരുക്കാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം യുവതിയുടെ മൃതദേഹം മനുശ്ശേരിയിലെ സ്വന്തം വീട്ടിലേക്കാണ് ബന്ധുക്കൾ കൊണ്ടുപോയത്. തൃക്കടിരി കീഴൂർ കല്ലുവെട്ടുകുഴി സുർജിത്തിന്റെ ഭാര്യ 22 വയസ്സുള്ള സ്നേഹയാണ് കഴിഞ്ഞ ദിവസം ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ചത്. കോത്തുകുറിശ്ശിയിലെ സ്വകാര്യ ക്ലിനിക്കിലെ നഴ്സായിരുന്നു സ്നേഹ. 2 വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. ബുധനാഴ്ച രാത്രി 10:30യോടെയാണ് സ്നേഹ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയതെന്ന് പറയുന്നു. സ്നേഹ രാത്രി 12 മണിവരെ ഓൺലൈനിൽ ഉണ്ടായിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ സ്നേഹയെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ ഭർത്താവ് സുർജിത്ത് ബന്ധുക്കളെ വിവരമറിയിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സ്നേഹയുടെ മൃതദേഹം മനുശ്ശേരിയിലെ സ്വന്തം വീട്ടിലേക്കാണ് ബന്ധുക്കൾ കൊണ്ടുപോയത്. തുടർന്ന് ഐവർമഠത്തിൽ സംസ്കരിച്ചു. കഴുത്തിലെ കുരുക്കാണ് മരണകാരണമെന്നാണ് പ്രാഥമികമായുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ചെർപ്പളശ്ശേരി SHO ബിനു തോമസ് അറിയിച്ചു. മനുശ്ശേരി ഈയമ്പടിക്കൽ ശശിയുടെയും പ്രിയയുടെയും മകളാണ് മരിച്ച സ്നേഹ. ഇടവേള. വാർത്തകൾ തുടരുന്നു. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ ഉപയോഗിച്ച 40ഓളം ഇരുചക്ര വാഹനങ്ങൾ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. രക്ഷിതാക്കൾക്കെതിരെ പോലീസ് നടപടിയെടുത്തു. സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി പെരിന്തൽമണ്ണയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പോലീസ് എത്തി പരിശോധിച്ച് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയായിരുന്നു. ലൈസൻസ് ഇല്ലാതെ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന 40 ഇരുചക്ര വാഹനങ്ങൾ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. ലൈസൻസ് ഇല്ലാതെ വാഹനങ്ങളുമായി വിദ്യാർത്ഥികളെത്തുന്നത് തടയാൻ പോലീസ് 2 ദിവസമായി നടത്തിയ പരിശോധനയിലാണ് 40ഓളം ബൈക്കുകൾ പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ വ്യാപകമായി പരിശോധന നടത്തിയിരുന്നു. 15-17 വയസ്സുവരെയുള്ള പ്രായക്കാർ ഉപയോഗിച്ചിരുന്ന 5 ബൈക്കുകൾ ഈ പരിശോധനയിൽ പിടികൂടി. ഇവരുടെ രക്ഷിതാക്കൾക്കെതിരെ കേസെടുത്തു. വിദ്യാർത്ഥികളുടെ പേരിൽ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് നൽകി. പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ഓരോരുത്തർക്കുമായി 30,000 രൂപ വരെയാണ് പിഴയിട്ടത്.
18 തികഞ്ഞ ലൈസൻസ് ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ പേരിൽ പിഴ ചുമത്തി. വീട്ടുകാർ അറിയാതെയും മറ്റും ഇരുചക്ര വാഹനങ്ങളുമായി എത്തുന്നവരും ഉണ്ടായിരുന്നു. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് സംബന്ധിച്ച് രക്ഷിതാക്കളെ വിളിച്ചുവരുത്തി പോലീസ് ബോധവൽക്കരണം നടത്തി. പെരിന്തൽമണ്ണ സ്റ്റേഷൻ പരിധിയിൽ പെരിന്തൽമണ്ണ, താഴേക്കോട്, ആനമങ്ങാട്, അങ്ങാടിപ്പുറം, പരിയാവരം തുടങ്ങിയ വിവിധ സ്കൂൾ പരിസരങ്ങളിൽ പരിശോധന നടത്തിയാണ് വാഹനങ്ങൾ പിടികൂടിയത്. സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായാണ് പോലീസ് പരിശോധന നടത്തിയത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പലപ്പോഴായി സംഭവിച്ച അടിപിടികളിൽ ഇരുചക്ര വാഹനങ്ങളുമായി വരുന്ന വിദ്യാർത്ഥികളുടെ പങ്കും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. പലപ്പോഴും വീട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും വരെ ഇവരുടെ പേരിൽ തർക്കത്തിനിടയാക്കുന്ന സംഭവങ്ങളുമുണ്ട്. സ്കൂളുകളിലേക്ക് ലൈസൻസ് ഇല്ലാത്തവർ വാഹനവുമായി എത്തി സ്കൂളിന് സമീപം വീടുകളിൽ സൂക്ഷിക്കുകയാണ് പതിവ്. ഇത്തരത്തിൽ വാഹനങ്ങൾ സൂക്ഷിക്കുന്നത് കണ്ടാൽ വീട്ടുകാർക്കെതിരെയും നടപടിയെടുക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. സ്കൂളുകളിലെ സൂംബ ഡാൻസിനെതിരെ പ്രതികരിച്ച എടത്തനാട്ടുകരയിലെ അധ്യാപകൻ ടി കെ അഷ്റഫിനെ സസ്പെൻഡ് ചെയ്തതിനെതിരെ KSTU മണ്ണാർക്കാട് AU ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന സർക്കാർ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് ഉദ്ഘാടനം ചെയ്ത N ഷംസുദ്ദീൻ MLA പറഞ്ഞു. ടൗണിൽ പ്രകടനത്തിന് ശേഷമാണ് വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടി ജനാധിപത്യ സർക്കാരിന് ചേർന്നതല്ലെന്ന് MLA പറഞ്ഞു. സർക്കാർ പരിഷ്കാരങ്ങളെ കയ്യും കെട്ടി സ്വീകരിക്കണം. ഇനി ആരും മിണ്ടരുത് എന്നാണെങ്കിൽ ഈ വിഷയം പൊതുസമൂഹം ഏറ്റെടുക്കുമെന്ന് MLA പറഞ്ഞു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടൊക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പൊ സർക്കാരിന് നിർബന്ധമുണ്ടെന്ന് പറയണേ. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് നിർബന്ധിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു, ചോദിച്ചു എന്ത് ന്യായമാണ് ഇതിലെന്ന് ചോദിച്ചു. അതാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അവരാരും ഇത് ന്യായമാണെന്ന് പറയുന്നില്ല. പക്ഷെ സർക്കാരിന് നിർബന്ധമുണ്ട്. എന്താ നിർബന്ധം? സർക്കാർ പരിഷ്കാരങ്ങളെ കയ്യും കെട്ടി സ്വീകരിക്കണം. ഇനി ആരും മിണ്ടരുത്, ഒരു പ്രതികരണവും ഉണ്ടാവരുത്. അതാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വിഷയം പൊതുസമൂഹം ഏറ്റെടുക്കുമെന്ന് ഗവൺമെന്റിനെ ഉണർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്താൻ അധ്യാപകരല്ലേ പറ്റുള്ളൂ, ജീവനക്കാരല്ലേ പറ്റുള്ളൂ. പൊതുജനത്തിന്റെ വായ് മൂടാൻ സർക്കാരിന് കഴിയുമോ? അതിനെതിരായ പ്രതിരോധങ്ങൾ, പ്രതിഷേധങ്ങൾ കേരളത്തിന്റെ അഷ്ടദിക്കുകളിലും ഉയർന്നു വന്നേ കൊണ്ടേയിരിക്കുമെന്ന് ബന്ധപ്പെട്ടവരെ ഉണർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോ തെറ്റുപറ്റി, അത് മനസ്സിലാക്കി അഷ്റഫിനെതിരായ നടപടി അത് പിൻവലിക്കാം. കോടതിപ്പടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് TV ഇബ്രാഹിം MLA ഉദ്ഘാടനം ചെയ്തു. സലീം നാലകത്ത് അധ്യക്ഷത വഹിച്ചു. സിദ്ദിഖ് പാറക്കോട്, ഹമീദ് കൊമ്പത്ത്, ഹുസൈൻ കോളശ്ശേരി, KPM സലീം, TP മൻസൂർ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാലയങ്ങളിലെ സുംബ പരിശീലനത്തിനെതിരെ പ്രതികരിച്ച അധ്യാപകൻ ടി കെ അഷ്റഫിനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. എടത്തനാട്ടുകര യത്തീംഖാനയിലാണ് പ്രതിഷേധം നടന്നത്. സമൂഹത്തെ നേർവഴിക്ക് നടത്താൻ നിയോഗിതരായ പ്രതികരണബോധമുള്ള അധ്യാപക വിഭാഗത്തെ നിശബ്ദമാക്കാനുള്ള ശ്രമം അപലപനീയമാണെന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഇത്തരം ശക്തമായ കടന്നുകയറ്റങ്ങൾ ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ ലംഘനവുമാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു. ജനകീയ പ്രതിഷേധത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ടി കെ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മേഖലാ ട്രഷറർ TP മൻസൂർ, മുൻ ഹെഡ് മാസ്റ്റർ TK മുഹമ്മദ് ഹസൻ പുളിക്കൽ, TK മുസ്തഫ, ഷെരീഫ് കാര, M മൂസ, നൌഷാദ് പുത്തങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടനാംകുറിശി മേൽപ്പാലം ഭാഗത്തെ യാത്രാ ദുരിതം. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ഷൊർണൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. BMS പാലക്കാട് ജില്ലാ സെക്രട്ടറി K രാജേഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. വാടനാംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം പൂർത്തിയാക്കാത്തതിലും സർവീസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ഷൊർണൂർ മേഖലാ കമ്മിറ്റി വാടനാംകുറിശിയിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. വാടനാംകുറിശിയിൽ വാഹന ഗതാഗതം അപ്രാപ്യമായ രീതിയിൽ റോഡ് തകർത്തിരിക്കുകയാണെന്നും ഇത് പരിഹരിക്കാനുള്ള യാതൊരുവിധ നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ലെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത K രാജേഷ് പറഞ്ഞു. ജനങ്ങളുടെ യാത്രാദുരിതം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം സംഘടന ശക്തമായ ജനകീയ സമരത്തിന് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കണ്ടിട്ടെങ്കിലും ഇല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടെങ്കിലും ഈ പഞ്ചായത്ത് ഭാരവാഹികളോ ഈ നഗരസഭ ഭാരവാഹികളോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിഷേധം കാണണം, ഇത് ഒരു വേദനയായി കണ്ട് മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് കണ്ടിട്ട് പോലും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ധർണ
ഒരു പ്രതിഷേധമായി മാറും, ഒരു ശക്തമായ പ്രതിഷേധമായി മാറും. ആ പ്രതിഷേധത്തിന്റെ മുന്നിൽ ഈ ഗവൺമെന്റിന് വലിയൊരു നാണക്കേടാകണം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ഷൊർണൂർ മേഖലാ സെക്രട്ടറി രാജീവ് ചെമ്പ്ര അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ പി വിജയരംഗം, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി UP രാമദാസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറൂട്ടൂർ, മേഖലാ ഭാരവാഹികളായ P രാജു, M സോമസുന്ദരം, KP ജയരാജ്, K ഗംഗാധരൻ, C പുഷ്പരാജ്, K ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കഴിഞ്ഞ 60 വർഷമായി നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് കോൺഗ്രസ്സാണ്, ഇന്ത്യ രാജ്യം. 75 വർഷമായി നമ്മുടെ കേരളം ഇടതും വലതും മാറി മാറി ഭരിച്ചു. ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോഡ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ ഏറ്റവും അടുത്ത പുണ്യ കേന്ദ്രമായ ഗുരുവായൂർ, ശബരിമല എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ആയിരക്കണക്കിന് സീസണിൽ ഭക്തർ ഏറ്റവും പോകുന്ന ഒരു റോഡാണ്. ആ റോഡാണ് ഇന്ന് നമുക്കറിയാം 60 വർഷമായിട്ട് കോൺഗ്രസ് ഭരിച്ചിട്ടും 70-75 വർഷത്തോളം കേരളം മാറി ഭരിച്ചിട്ടും ഇന്നേ വരെ ഒരു റെയിൽ മേൽപ്പാലം ഈ സ്ഥലത്ത് കൊണ്ടുവരാൻ ഈ രണ്ട് കൂട്ടർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ അതാണ് നമ്മൾ തിരിച്ച. മണ്ണാർക്കാട് നഗരസഭയിലെ പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും നഗരസഭാ ഉദ്യോഗസ്ഥർ നീക്കി. വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. വടക്കുമണ്ഡം റോഡിലെ MLAയുടെ ബോർഡുകൾ CPIയുടെ പ്രതിഷേധത്തിൽ നീക്കി. CPM ഓഫീസിന്റെ മുന്നിലെ ബോർഡ് മാറ്റണമെന്ന് ലീഗ്. ഹൈക്കോടതി നിർദ്ദേശം പാലിക്കാൻ കർശന നിർദ്ദേശം ലഭിച്ച സാഹചര്യത്തിലാണ് പൊതുസ്ഥലത്തെ ബോർഡുകളും കൊടികളും നീക്കുന്നതെന്ന് സെക്രട്ടറി M സതീഷ് കുമാർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കോടതി ഉത്തരവ് ലംഘിച്ചാൽ ഒരു കുടിക്ക് 5000 രൂപ സെക്രട്ടറിയിൽ നിന്ന് ഈടാക്കാനാണ് കോടതി നിർദ്ദേശം. ആഴ്ചയിൽ 2 ദിവസം പരിശോധന നടത്തുന്നുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥർ ചില പാർട്ടികളുടെ ബോർഡുകളും കൊടികളും ഒഴിവാക്കുന്നതെന്ന പരാതി ലഭിച്ചിരുന്നു. പരിശോധനയിൽ ഇക്കാര്യം ശരിയാണെന്ന് ബോധ്യമായി. ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു സെക്രട്ടറി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാതയോരങ്ങളിൽ, പൊതുസ്ഥലങ്ങളിലൊക്കെ ഈ ഫ്ലെക്സ് ബോർഡുകളും കൊടിത്തോരണങ്ങളും കൂടുതലായിട്ട് വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ആഴ്ചയിലും 2 ദിവസമെങ്കിലും റവന്യൂ ഇൻസ്പെക്ടർ നേതൃത്വത്തിൽ ഒരു റെയ്ഡ് പോകണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ ഉദ്യോഗസ്ഥർ പലരും പോയിട്ട് എനിക്ക് കിട്ടിയ പരാതി എന്ന് പറയുന്നത് ചില പാർട്ടികളുടെ മാത്രമേ എടുക്കുന്നുള്ളൂ, പക്ഷപാതം കാണിക്കുന്നുള്ള ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് പരിശോധിക്കാനായിട്ട് ഞാൻ തന്നെ പോയി. അപ്പോൾ കണ്ടത് കുറേ പാർട്ടിക്കാരെ എടുത്തിട്ടില്ല. അപ്പോൾ അതിനെ തുടർന്ന് ഇന്നലെ ഞാൻ വൈകുന്നേരം തന്നെ പത്രക്കാർക്കൊരു കുറിപ്പ് കൊടുത്തിരുന്നു, ഇങ്ങനെ എല്ലാ പാർട്ടിയുടെയും എടുക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചില പാർട്ടിക്കാരെ തന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ കോടതി നിർദ്ദേശം എന്ന് പറയുന്നത് പാതയോരത്ത്, അത് പൊതുസ്ഥലങ്ങളിൽ ഒരു ബോർഡും വെക്കാൻ അനുമതി കൊടുക്കാൻ പോലും ഇപ്പോൾ നഗരസഭയ്ക്ക് അധികാരമില്ല. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, ലൈസൻസ് എടുത്തിട്ട് നമുക്ക് സ്ഥാപിക്കാമായിരുന്നു. ഇപ്പോൾ സ്വകാര്യ സ്ഥലങ്ങളിൽ മാത്രമേ പെർമിറ്റോട് കൂടിയോ അല്ലാതെയോ സ്ഥാപിക്കാൻ സാധിക്കൂ. പൊതുസ്ഥലത്ത് പെർമിറ്റ് കൊടുക്കാൻ നഗരസഭയ്ക്ക് ഇപ്പോൾ അധികാരമില്ല. അപ്പോൾ ഒരു ബോർഡിന് 5000 രൂപ ഇനി എടുത്തില്ലെങ്കിൽ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നതാണ് കോടതി പറയുന്നത്. വെള്ളിയാഴ്ച രാവിലെ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കിറങ്ങിയതോടെയാണ് CPIയുടെ നാടകീയ നീക്കം. നേതാവ് മണികണ്ഠൻ പട്ടശ്ശേരി, ഭാസ്കരൻ മുണ്ടക്കണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ വടക്കുമണ്ഡം റോഡിൽ സ്ഥാപിച്ച MLA N ഷംസുദ്ദീന്റെ ബോർഡ് ഉദ്യോഗസ്ഥർ നീക്കുന്നതുവരെ പ്രതിഷേധം തുടർന്നു. CPM ഓഫീസിന് മുൻപിലെ ബോർഡുകൾ മാറ്റിയിട്ടില്ലെന്ന ലീഗിന്റെ പരാതിയും ലഭിച്ചു. കഴിഞ്ഞ മാസം തന്നെ നോട്ടീസ് നൽകിയിരുന്നതാണെന്ന് നഗരസഭാ സെക്രട്ടറി M സതീഷ് കുമാർ പറഞ്ഞു. എന്നാൽ ബോർഡ് സ്ഥാപിച്ച സ്ഥലം സ്വകാര്യ വ്യക്തിയുടേതാണെന്നാണ് മറുപടി നൽകിയിട്ടുള്ളത്. ഇത് പരിശോധിക്കാൻ സർവേയർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പരിശോധനയിൽ പൊതുസ്ഥലത്താണെങ്കിൽ ഈ ബോർഡുകൾ മാറ്റുമെന്നും സെക്രട്ടറി പറഞ്ഞു. വേറൊരു ആക്ഷേപം വന്നത് CPMന്റെ പാർട്ടി ഓഫീസിന് മുന്നിലുള്ള കിണറോട് ചേർന്നിട്ടുള്ള ബോർഡാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം തന്നെ എൻ്റെ ഓർമ്മയിൽ നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. അത് ഇവർ പറയുന്നത് അത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്, അവിടെ ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് തെളിയിക്കാനായിട്ട് റവന്യൂ രേഖകൾ നമുക്ക് തരണം വേണ്ടിയിട്ട് നമ്മൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിന് കിട്ടാത്ത പക്ഷം നമ്മളതിന് താൽപര്യമൊക്കെ അറക്കാനായിട്ട് ഇവിടുന്ന് കത്ത് പോകും. അത് പ്രൈവറ്റ് വ്യക്തിയുടെ അല്ല എന്ന് കണ്ടാൽ അതും നമ്മൾ എടുക്കുന്നതായിരിക്കും. വല്ലപ്പുഴയിൽ മരം വീണ പഞ്ചായത്ത് അംഗത്തിൻ്റെ വീട് തകർന്നു. ആളപായമില്ല. അയൽവാസിയുടെ വളപ്പിലെ മരമാണ് പഞ്ചായത്ത് അംഗത്തിൻ്റെ വീടിന് മുകളിലേക്ക് കടപുഴകി വീണത്. വല്ലപ്പുഴ പഞ്ചായത്തിലെ 9ാം വാർഡ് മെമ്പർ മെനകത്തപ്പടി രാധയുടെ വീടിന് മുകളിലേക്കാണ് അയൽവാസിയുടെ വളപ്പിലെ മരം കടപുഴകി വീണത്.
വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം. കുട്ടികളടക്കം 6 പേർ ഈ സമയം വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന്റെ ഓടുകൾ പൊട്ടി വീടിനകത്തേക്ക് വെള്ളം ഒഴുകിയെത്തുകയും ചെയ്തു. 12 മണിക്ക് നല്ല ഉറക്കമായിരുന്നു. 11 മണിക്കാണ് ഉറങ്ങിയത്. 12 മണിക്ക് നല്ലൊരു കാറ്റ് വന്നിട്ട് പിന്നെ ഞങ്ങളൊരു ശബ്ദം കേട്ടു പുറത്തുനിന്ന്. പുറത്തുനിന്ന് ശബ്ദം കേട്ടിട്ട് ഓടം ഒക്കെ പൊട്ടി വീഴണ മാതിരി തോന്നി, മരം പൊട്ടി വീഴണ മാതിരിയൊക്കെ തോന്നിയിട്ടാണ് ഞങ്ങൾ പിന്നെ നീട്ടത്. ഞാൻ ആകെ പേടിച്ചു. അവിടുന്ന് നീട്ട വഴിക്കന്നെ ബെഡിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീണു. അവിടുന്ന് മകനെ വിളിച്ച് ഒരുപാട് കരഞ്ഞു. അവർ വന്നു നോക്കുമ്പോൾ ടോർച്ചടിച്ച് വന്ന് നോക്കുമ്പോൾ ഇടനാഴികയിൽ നിറയെ വെള്ളം. എൻ്റെ പേരക്കുട്ടിയോട് ഇടനാഴിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അവൾ ടോർച്ചടിച്ച് നോക്കുമ്പോൾ പിന്നെ ആകെ എൻ്റെ കുട്ടി വെള്ളത്തിലാണ് കിടക്കുന്നത്. വെള്ളം ഓടൊക്കെ പൊട്ടി വീണിട്ട് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ദൈവം ഞങ്ങളെ രക്ഷിച്ചു. എൻ്റെ പിന്നെ കുട്ടികൾക്കൊന്നും ആർക്കും ഒരു അപകടം ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ വീട് പോയി. അതൊരു ഭയങ്കര സങ്കടമാണ് എനിക്ക്. ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ വയ്യ. എൻ്റെ വീട് അതേപോലെ ആക്കാൻ ഞാൻ ഇനി എന്താ ചെയ്യാ? അവരൊന്ന് നേരെയാക്കി തരുന്നേ വേണം. കാരണം വെച്ചാൽ എൻ്റെ കുട്ടികൾക്ക് കിടക്കാനൊരു സ്ഥലം വേണ്ടേ? അതുകൊണ്ട് അവരത് ശരിയാക്കി തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് അയൽവാസിയെ അറിയിച്ചിരുന്നെങ്കിലും വെട്ടിമാറ്റാൻ നടപടി ഉണ്ടായില്ലെന്ന് മെമ്പർ പറഞ്ഞു. ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. മണ്ണാർക്കാട് നഗരസഭയിലെ എല്ലാ മാലിന്യങ്ങളും ശേഖരിക്കാൻ സന്നദ്ധത അറിയിച്ച് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന കഞ്ചിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനമായ ബ്ലൂ പ്ലാനറ്റ് അധികൃതർ നഗരസഭയെ സമീപിച്ചു. എന്നാൽ പദ്ധതിയെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും നഗരസഭയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യത വരുന്നതാണെന്നും കൗൺസിലിൽ ചർച്ച ചെയ്ത ശേഷം തീരുമാനം അറിയിക്കാമെന്നും നഗരസഭാധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ശുചിത്വ നഗരം എന്ന കാഴ്ചപ്പാടിൽ ഖരമാലിന്യ സംസ്കരണ നിയമം 2016 പ്രകാരമാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത്. ജില്ലയിലെ 7 നഗരസഭകളിലെയും 22 പഞ്ചായത്തുകളിലെയും ഖരജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് മണ്ണാർക്കാട് നഗരസഭയിൽ കമ്പനി അധികൃതർ എത്തിയത്. നഗരസഭയിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യം ഓരോ വാർഡുകളിലും സ്ഥാപിക്കുന്ന മിനി എംസിഎഫുകളിൽ എത്തിക്കും. ഇവിടെ നിന്നാണ് കമ്പനി മാലിന്യം ശേഖരിക്കുക. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ തൊഴിൽ നിലനിർത്തിക്കൊണ്ടു തന്നെയാണ് പദ്ധതി നടപ്പാക്കുക. 1000 വീടിന് ഒരു മിനി എംസിഎഫ് എന്ന തോതിൽ മണ്ണാർക്കാട് നഗരസഭയിൽ 32 മിനി എംസിഎഫ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള സ്ഥലം കമ്പനി കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിദിനം 10 ടൺ മാലിന്യം നൽകാനാണ് കമ്പനി മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഇതനുസരിച്ച് ഒരു വർഷം 1,39 ലക്ഷം രൂപ നഗരസഭയ്ക്ക് കമ്പനി നൽകേണ്ടി വരും. ഇതിനു പുറമെ ഹരിത സേനാംഗങ്ങളുടെ ശമ്പളവും കണ്ടെത്തണം. ഇങ്ങനെ വരുമ്പോൾ യൂസർ ഫീ കുത്തനെ വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നും നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു. കാരണം ആളുകൾ അത്രമാത്രം അതിലൊരു ആശങ്കയാണ്. അപ്പോൾ ജൈവമാലിന്യം കളക്ട് ചെയ്ത് വെക്കാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവിടെ സ്മെല്ല് വരും. 1000 വീടിന് ഒരു കളക്ഷൻ പോയിന്റ് പറഞ്ഞാൽ ഇതൊരു മിനി പ്ലാന്റ് അവിടെ ആവശ്യമാണ്. കാരണം നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നിങ്ങൾ എടുത്ത സർവേയിലെ കണക്ക് ഒരു പെർ ഡേ 10 ടണ്ണാണ്. 10.67 ടൺ അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് 3,832 രൂപ 312 രൂപയാണ് പെർ ടണ്ണിന് നിങ്ങൾ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ 10 ടൺ ഒരു ദിവസം തരികയാണെങ്കിൽ 38,350 രൂപ പെർ ടണ്ണിന് 10 ടണ്ണിന് 38,312 രൂപ കമ്പനിക്ക് അടക്കണം നഗരസഭ. അങ്ങനെ ഒരു വർഷം 1,39,84,552 രൂപ മണ്ണാർക്കാട് നഗരസഭ ഈ കമ്പനിക്ക് അടക്കണം. ഈ ഇപ്പോൾ നിങ്ങളെടുത്ത സർവേ പ്രകാരമല്ലേ ഈ 10 ടണ്ണ് തരികയാണെങ്കിൽ തരണമെന്നാണ് നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 2022-25 സാമ്പത്തിക വർഷത്തിൽ നഗരസഭയിൽ റിജക്റ്റ് ഞങ്ങൾ കൊടുത്തത് വേസ്റ്റ് കൈകാര്യത്തിനായി ഉണ്ടായ ചെലവുകളിൽ ഓരോ മാസത്തെ കണക്കിൻ്റെ ഞാൻ കണക്ക് വാങ്ങിയിരുന്നു. അതിന് ഞങ്ങൾക്ക് ആകെ ചെലവ് വരുന്നത് 9,98,586 രൂപയാണ്. 10 ടൺ എന്ന് നിജപ്പെടുത്താതെ നൽകുന്ന മാലിന്യത്തിന് തുക നിശ്ചയിക്കണമെന്ന് CPM പാർലമെന്ററി പാർട്ടി നേതാവ് TR സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. അപ്പം 25 വർഷം മുൻകൂട്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നത്. അപ്പോൾ ഇത്
ഈ 10 ടൺ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ള അല്ല കൈമാറണമെന്നുള്ളത് നമ്മുടെ മൊത്തം ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റിൻ്റെ 80%. അതായത് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ 2-3 സർവേ നടത്തിയത്. 2-3 വർഷം മുമ്പുള്ള സർവേയാണ്. ആ 3 വർഷം മുമ്പുള്ള സർവേയിൽ ഉണ്ടായിരുന്ന ഇതിൻ്റെ 80%ആണ് ഈ 10 ടൺ. അതായത് വീടുകളിൽ മാത്രമല്ല, ബൾക്ക് ജനറേറ്റേഴ്സ് എന്ന് പറയുന്ന ഹോട്ടലുകൾ അല്ലെങ്കിൽ കല്യാണ മണ്ഡപം പോലെയുള്ള സ്ഥാപനങ്ങൾ, ഓഡിറ്റോറിയങ്ങളുണ്ടെങ്കിൽ അത്തരം സാധനങ്ങളുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇപ്പോഴത്തെ ഹോട്ടലിൻ്റെ മാലിന്യം എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത്? അപ്പം അതും മിനിസ്റ്റർ അവിടെ അന്ന് മറുപടിയിൽ പറഞ്ഞിരുന്നു. അതായത് എല്ലാ സംസ്ഥാനത്തെ മുഴുവൻ ഹോട്ടലുകളും പറയുന്നത് ഞങ്ങൾ പിഗ് ഫാമിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും പിഗ് ഫാം ഇവിടെ കേരളത്തിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ പുഴകളും തോടുകളും ഒക്കെ നോക്കി അറിയാം, കെട്ടി പ്ലാസ്റ്റിക്കിനകത്ത് മാലിന്യം വലിച്ചെറിയുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്, ഒരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു പദ്ധതി വേണമെന്ന് സർക്കാർ തീരുമാനിക്കാനായിട്ടുള്ള ഒരേ ഒരു കാര്യം ഇതാണ്. അല്ലെങ്കിൽ ഉറവിട മാലിന്യ സംസ്കരണമാണ് ഏറ്റവും സൗകര്യം. ജീബിനാണേലും റിംഗ് ആണേലും അല്ലെങ്കിൽ ബൊക്കാച്ചി ബക്കറ്റുകളാണേലും ഒക്കെ വളരെ സൗകര്യപ്രദമാണ്. വീടുകളിൽ ഒരു 60% പേരെങ്കിലും ഉപയോഗിക്കും. പക്ഷേ ഇതിനെ ദീർഘകാല അടിസ്ഥാനത്തിൽ വരുമ്പോഴത്തേക്ക് ഇതിനെ മുനിസിപ്പാലിറ്റി നൽകുന്ന സേവനങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടുത്തെ കരം അടയ്ക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ കരം അടച്ച ഒരു രസീത് എനിക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജനന മരണ സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് കൈപ്പറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഞാൻ ഉൽപ്പാദിപ്പിച്ച മാലിന്യം സംസ്കരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു അറിയിപ്പ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ യൂസർ ഫീ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു രേഖ വേണ്ടി വരും. അത് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം വരും. ഇപ്പം ഹരിതമിത്ര മാപ്പ്. അതേസമയം ജില്ലയിലെ മറ്റ് നഗരസഭകളെല്ലാം എഗ്രിമെന്റ് വെച്ചെന്നും 25 വർഷം മുന്നിൽ കണ്ടാണ് പദ്ധതി ആസൂത്രണം ചെയ്തതെന്നും കമ്പനി പ്രതിനിധികൾ അറിയിച്ചു. ഇപ്പോൾ മണ്ണാർക്കാടിനെ സംബന്ധിച്ചോളം മണ്ണാർക്കാട് ടൗൺ പ്രദേശം, അതുപോലെ തന്നെ കൊടിവാളിക്കുണ്ട്, അങ്ങനെ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഈ മാലിന്യം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇപ്പോഴും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, സത്യമാണ്. പക്ഷെ ഇതെല്ലാം ഒരുമിച്ച് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വോള്യത്തിനനുസരിച്ച് വേണം ഇതിൻ്റെ പേയ്മെൻറ്റ് എന്നുള്ള രൂപത്തിലേക്ക് മാറ്റപ്പെട്ട ഭാഗികമായി ഇത് മെല്ലെ ഇത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലാവും. ആദ്യം തന്നെ ഇത് വലിയ ഒരു ബൾക്ക് ഉണ്ടാവും എന്ന ധാരണയിൽ വലിയൊരു സംഖ്യ നിശ്ചയിക്കുന്നത്. പ്രായമായി മണ്ണാർക്കാട് ഒരു ചെറിയ പ്രദേശത്ത് 10,000-10,000 വീടുകളും കടകളും ഒക്കെ ഉള്ള സ്ഥലത്ത് അതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത് ഈ തീരുമാനം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു. ഈ തീരുമാനത്തിന് ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ കുറേ കൂടി കാര്യങ്ങൾ എളുപ്പമാകുമെന്നാണ് വിചാരിക്കുന്നത്. നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ എന്നിവരുമായാണ് കമ്പനി അധികൃതർ ചർച്ച നടത്തിയത്. വാണിയംകുളം പഞ്ചായത്തിൽ റെയിൽവേയുടെ സുരക്ഷാവേലി ആശങ്കയായി മാറിയ നാട്ടുകാരുടെ കാൽനടയാത്രയ്ക്കും ഗതാഗതത്തിനും വെള്ളിയാട്ട് ബദൽ മാർഗമൊരുക്കാൻ റെയിൽവേയുടെ പരിശോധന. എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത്. കാൽനട മേൽപ്പാലവും അടിപ്പാതയും പോലുള്ള സാധ്യതകളാണ് റെയിൽവേ പരിശോധിക്കുന്നത്. റെയിൽവേയുടെ കമാനങ്ങൾക്ക് അടിയിലൂടെയാണ് അടിപ്പാതയുടെ സാധ്യത പരിശോധിക്കുന്നത്. സുരക്ഷാവേലി നിർമ്മാണത്തോടെ റെയിൽവേ ലൈനിന് അപ്പുറമുള്ള കുടുംബങ്ങൾ ഒറ്റപ്പെടുമെന്ന ആശങ്കയ്ക്കിടെ ഡിവിഷണൽ റെയിൽവേ മാനേജർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ആക്ഷൻ കൗൺസിൽ നിവേദനം നൽകിയതിനു പിന്നാലെയാണ് ബദൽ മാർഗത്തിൻ്റെ സാധ്യത പരിശോധിക്കുന്നത്. സമാനമായ പ്രശ്നം നേരിടുന്ന ചോറോട്ടൂരിലെ സാഹചര്യങ്ങൾ അവിടുത്തെ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും റെയിൽവേയെ അറിയിച്ചിരുന്നു. ഇവിടെയും ബദൽ മാർഗത്തിന് നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. റെയിൽവേയുടെ ഇടപെടലുകൾ ട്രാക്കിന്റെ മറുകരയിലെ കാർഷിക മേഖലയ്ക്കും ആശ്വാസമാണ്. നിലവിലെ പ്ലാൻ അനുസരിച്ച് റെയിൽവേയുടെ സുരക്ഷാവേലി നിർമ്മിക്കപ്പെട്ടാൽ മറുവശത്തേക്കുള്ള കാൽനടയാത്ര പോലും പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണ്. നിലവിൽ റോഡ് അവസാനിക്കുന്ന ഭാഗത്ത് നിന്ന് കാൽനടയാത്രക്കാർ ട്രാക്ക് കുറുകെ കടന്നും വാഹനങ്ങൾ റെയിൽവേയുടെ കമാനങ്ങൾക്ക് അടിയിലൂടെയുമാണ് മറുഭാഗത്ത് എത്തുന്നത്. റോഡ് അവസാനിക്കുന്ന ഭാഗത്ത് റെയിൽവേ ഭൂമിയുടെ അതിർത്തിയിൽ സുരക്ഷാവേലി നിർമ്മിക്കപ്പെട്ടാൽ അപ്പുറത്തേക്കുള്ള യാത്ര ദുഷ്കരമാകും. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. ഒറ്റപ്പാലത്ത് വിദ്യാർത്ഥി സംഘർഷം കൊണ്ട് പൊറുതിമുട്ടി പോലീസ്. കഴിഞ്ഞ അധ്യയന വർഷം മാത്രം NSS കോളേജിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ 34 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ NSS കോളേജ് സംഘർഷത്തിൽ 8 കേസുകളാണ് പോലീസ് എടുത്തത്. ഇതിൽ 34 പേരെ പോലീസ് പ്രതി ചേർത്തു. 4 പേർ റിമാൻഡിലുമാണ്. ഇതിൽ ഒരാൾക്കെതിരെ കാപ്പയ്ക്ക് മുന്നോടിയായുള്ള നടപടികൾ വരെ പോലീസ് സ്വീകരിച്ചതായാണ് വിവരം. ഇതുകൂടാതെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കോളേജിന് പുറത്ത് നടന്ന സംഘർഷത്തിൽ പോലീസുകാരന് പരിക്ക് പറ്റിയ കേസിൽ
പുറത്തുനിന്നുള്ള 6 പേർ റിമാൻഡിലുമാണ്. ഈ അധ്യയന വർഷം സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനായി അധ്യാപകരും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും സബ് കളക്ടറും ഷൊർണൂർ ഡിവൈഎസ്പിയും പങ്കെടുത്ത ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഈ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കോളേജിൽ സംഘർഷമുണ്ടായി. ഇതിൽ 9 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. നിരീക്ഷണ ക്യാമറകളടക്കം സ്ഥാപിക്കാനും പോലീസ് അധ്യാപകർക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഇതുവരെയും സ്ഥാപിക്കപ്പെട്ടിട്ടില്ലെന്നാണ് വിവരം. പല വിദ്യാർത്ഥികളും കേസിൽപ്പെട്ടതുപോലും പല രക്ഷിതാക്കളും അറിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പരിധിക്കനുസരിച്ച സ്ട്രെങ്ത് ഒറ്റപ്പാലം സ്റ്റേഷനിൽ നിലവിലില്ലെന്നാണ് വിവരം. സംഘർഷ സാധ്യത മുൻനിർത്തി പോലീസുകാരെ കോളേജിൽ വിന്യസിച്ചിരിക്കുകയാണ്. സ്ട്രെങ്ത് വീണ്ടും കുറഞ്ഞതോടെ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പോലും കൃത്യമായി പരിഹരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നാണ് വിവരം. വിളയൂർ സ്പെഷ്യൽ അങ്കണവാടിയിൽ ഇനി ചൈൽഡ് തെറാപ്പി സെന്ററും. ചൈൽഡ് തെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. വിളയൂർ സ്പെഷ്യൽ അങ്കണവാടി ഇനി ചൈൽഡ് തെറാപ്പി കേന്ദ്രം കൂടിയാണ്. ചൈൽഡ് തെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികളോടൊക്കെ വളരെ നന്നായി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും നന്നായി നമുക്കൊരു വിളയൂർ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭിന്നശേഷി അംഗൻവാടിയെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം. കൂടുതൽ പദ്ധതികളും മറ്റും നമുക്ക് ഒരുമിച്ച് നടപ്പിലാക്കി മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇങ്ങനൊരു പദ്ധതി വെച്ചതിന് അവരെ അഭിനന്ദിച്ചുകൊണ്ട് വിളയൂർ പഞ്ചായത്തിന്റെ 2024-2025 സാമ്പത്തിക വർഷത്തെ പ്രത്യേക അംഗനവാടി പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ വകയിരുത്തിയാണ് ചൈൽഡ് തെറാപ്പി സെന്റർ സജ്ജമാക്കിയത്. സ്പീച്ച്, ഫിസിയോതെറാപ്പി തുടങ്ങിയവയുടെ സഹായം ആവശ്യമുള്ള ഭിന്നശേഷി കുട്ടികൾക്കായി തെറാപ്പിസ്റ്റുകളുടെയും സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെയും സേവനം ചൈൽഡ് തെറാപ്പി സെന്ററിൽ ലഭിക്കും. സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ സേവനം തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലും ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനം ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലുമാണ് ലഭിക്കുക. കൂടാതെ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ മറ്റ് ഭിന്നശേഷി കുട്ടികളെ അവരുടെ വീടിനടുത്തുള്ള അങ്കണവാടികളിൽ എത്തിച്ചാൽ അവിടെയും തെറാപ്പിസ്റ്റുകളുടെ സേവനം ലഭ്യമാക്കുന്നതാണ്. 10 വയസ്സുവരെയുള്ള കുട്ടികൾക്കായിരിക്കും തെറാപ്പിസ്റ്റുകളുടെ സേവനം ലഭ്യമാകുക. ഇതുവരെ 14 കുട്ടികളാണ് ചൈൽഡ് തെറാപ്പി സെന്ററിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പരിപാടിയിൽ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബേബി ഗിരിജ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് KP നൌഫൽ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ജനപ്രതിനിധികൾ, ICDS സൂപ്പർവൈസർ K ജയശ്രീ എന്നിവർ പങ്കെടുത്തു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ തിരുവാഴിയോട് സ്വദേശി പ്രതീഷിന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായുള്ള ചികിത്സാ സഹായനിധിയിലേക്ക് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ 1,40,041 രൂപ കൈമാറി. സഹായനിധി ചെയർപേഴ്സണും വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ P ഗീതയ്ക്ക് സ്കൂൾ മാനേജർ K രാധാകൃഷ്ണൻ തുക കൈമാറി. സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പാട്ടുവണ്ടി, വിദ്യാർത്ഥികൾ, സ്കൂളിലെ ജീവനക്കാർ, മാനേജ്മെന്റ് തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് 1,40,041 രൂപ നൽകിയത്. PTA പ്രസിഡന്റ് A മുരളീധരൻ അധ്യക്ഷനായ ചടങ്ങിൽ പ്രിൻസിപ്പൽ PS ആര്യ, ഹെഡ് മിസ്ട്രസ് B സുനിതാകുമാരി, വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാജാമണി മല്ലത്ത്, P പ്രകാശൻ, O വിജയൻ, PG മോഹനകൃഷ്ണൻ, രാധാകൃഷ്ണ പണിക്കർ, JRC കോർഡിനേറ്റർ P ഷംസുദ്ദീൻ, സ്കൗട്ട് മാസ്റ്റർ PR സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. മാർക്സിസ്റ്റ് ചിന്തകനും എഴുത്തുകാരനും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ആദ്യ പഥികരിൽ ഒരാളുമായ K ദാമോദരനെ കരിമ്പുഴയിൽ അനുസ്മരിച്ചു. മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. കരിമ്പുഴ അക്ഷരക്കൂട്ടം വായനശാലയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ദേശാഭിമാനി അതിൻ്റെ പത്രാധിപരാണ്. അങ്ങനെയുള്ള പല ചുമതലകളും വഹിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. പിന്നീട് പല വേദികളിലും വെച്ച് പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ ക്ലാസുകളിൽ പങ്കെടുക്കാൻ, അദ്ദേഹത്തിൻ്റെ പൊതുയോഗത്തിൽ ശ്രദ്ധിക്കാനും ഒക്കെ സാധിച്ചു. കേരളത്തിൽ അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ EMS, AKG കഴിഞ്ഞിട്ടുള്ളതിൽ 3ാമത്തെ പേര് എണ്ണുന്നത് സഖാവ് ദാമോദരൻ തന്നെയാണ്. അത്രയേറെ പ്രഗത്ഭനായ രാഷ്ട്രീയ രംഗത്ത് വാക്കുകളെ കൊണ്ടുള്ള പ്രസംഗം മാത്രമല്ല, ലേഖനങ്ങൾ മുഖേന ഏറ്റവും നല്ല രീതിയിൽ ആ കാലഘട്ടത്തിലുള്ള സവിശേഷതകൾ, അതിൻ്റെ വർഗപരമായി തന്നെ അതിൻ്റെ പ്രത്യേകതകൾ അതെല്ലാം വിശദീകരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒട്ടേറെ സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിയാണ്. കരിമ്പുഴ കുലുക്കിരിയാട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് I ഷാജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് E ചന്ദ്രബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സെയ്തലവി, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം CV വിജയൻ,
താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം പ്രശാന്ത്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഉഷ, മുരളീമോഹനൻ, VP ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. അമ്പലപ്പാറ പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗനവാടി കെട്ടിടം നിർമ്മിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ബ്ലോക്ക് ICDS പഞ്ചായത്ത് NREGS ഫണ്ടുകൾ സംയുക്തമായി ഉപയോഗിച്ചാണ് അംഗനവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. വൈസ് പ്രസിഡന്റ് T. ശശികുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ P. മുഹമ്മദ് ഖാസിം, MM ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് മോഹൻ, പഞ്ചായത്ത് അംഗം IC കമലാക്ഷി, ICDS സൂപ്പർവൈസർ ലക്ഷ്മി ദാമോദർ, തൊഴിലുറപ്പ് അക്രഡിറ്റഡ് എഞ്ചിനീയർ PM ശ്രുനി എന്നിവർ സംസാരിച്ചു. 18 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തച്ചനാട്ടുകര കിഴക്കുംപുറത്ത് യുവതിക്ക് നിപ സ്ഥിരീകരിച്ചതോടെ പ്രദേശത്ത് നിയന്ത്രണം കർശനമാക്കി. 3 കിലോമീറ്റർ ചുറ്റളവ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 59 പേർ. പ്രദേശത്ത് ആശങ്കയായി വവ്വാൽക്കൂട്ടം. ഒറ്റപ്പാലം മനിശ്ശേരിയിൽ അച്ഛനും 4ാം ക്ലാസ്സുകാരനായ മകനും വീട്ടിൽ മരിച്ച നിലയിൽ. കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തതെന്ന് നിഗമനം. കിരൺ, മകൻ കിഷൻ എന്നിവരാണ് മരിച്ചത്. ഒറ്റപ്പാലം പഴയ ലക്കിടിയിൽ സ്കൂൾ ബസ്സിടിച്ച ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മണ്ണൂർ സ്വദേശി അനിൽകുമാറാണ് മരിച്ചത്. അങ്ങാടിപ്പുറത്തെ ബൈപ്പാസ് റോഡുമായി ബന്ധപ്പെട്ട വിവാദം. CPMന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുസ്ലിം ലീഗ്. LDF സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ബൈപ്പാസ് റോഡ് അട്ടിമറിച്ചതെന്ന് നേതാക്കൾ. അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ വികസനം മുടക്കുന്നത് LDF എന്നും ലീഗ്. സ്കൂളിലെ സുംബ ഡാൻസിനെതിരെ പ്രതികരിച്ച എടത്തനാട്ടുകരയിലെ അധ്യാപകൻ TK അഷ്റഫിനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധം. KSTU മണ്ണാർക്കാട് AE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന സർക്കാർ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് N. ഷംസുദ്ദീൻ ML. പെരിന്തൽമണ്ണയിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ ഉപയോഗിച്ച 40ഓളം ഇരുചക്രവാഹനങ്ങൾ പോലീസ് പിടികൂടി. രക്ഷിതാക്കൾക്കെതിരെ കേസെടുത്തു. സ്കൂളുകളിലെത്തി പോലീസ് പരിശോധന നടത്തുകയായിരുന്നു.